ഗുഡ് ടേക്ക് അവേസ്. ഓക്കെ, എം പി ജോസഫ് നമുക്കൊപ്പം ഉണ്ട്, ശ്രീ ഐശ്വര്യ ചന്ദ്രനുണ്ട്, അശ്വതി ഉണ്ട്, ഒപ്പം നിർമ്മലുണ്ട്. ബിസിനസ് കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആളുകൾ കൂടിയുണ്ട്. ശ്രീ ജോസഫ്, അങ്ങയുടെ കമ്പനിയൊക്കെ നന്നായി പോകുന്നു എന്ന് കരുതുന്നു. ഈ ബഡ്ജറ്റ് കൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാവും എന്നുള്ളതാണ്. ഞാനിവിടെ ലിമിറ്റഡ് അല്ല എക്സ്പേർട്ട് ആയിട്ടാണ്. അല്ല എക്സ്പേർട്ടും അല്ല, ഞാൻ അല്പം UDFന്റെ ഒരു ഭാഗമായിട്ടാണ്. പൊളിറ്റിക്കലാണ്, അർദ്ധ പൊളിറ്റിക്കൽ, അർദ്ധ ഒരു വേണമെങ്കിൽ എക്സ്പേർട്ട് എന്ന് പറയാം. ഓക്കെ, ഫൈൻ. എങ്ങനെ കാണുന്നു ബഡ്ജറ്റിനെ? ഇത് ഭയങ്കര ബോറടിച്ച ഒരു ബഡ്ജറ്റ്. ബോറടിച്ചു? 2.5 മണിക്കൂർ സംസാരിച്ച് നമുക്ക് പറഞ്ഞത് തന്നെ നേരത്തെ VD സതീശൻ പറഞ്ഞതുപോലെ ആവർത്തിച്ച് റിപ്പറ്റേറ്റീവ് ആയിരുന്നു, വളരെ റിപ്പറ്റേറ്റീവ്, ഹൈലി റിപ്പറ്റേറ്റീവ്. പിന്നെ അദ്ദേഹത്തിന് തന്നെ അറിഞ്ഞുകൂടെ എന്താ പറയേണ്ടതെന്ന് പലതും എടുത്തിട്ട് അങ്ങോട്ട് മാറ്റിക്കളയാണ്. അതുകൊണ്ടൊരു ബോറടിച്ച പഠിച്ചിട്ട് പ്രസംഗിച്ച രീതിയിൽ മാത്രമല്ല അതിന്റെ ഏറ്റവും ദൈർഘ്യമേറിയ പ്രസംഗമാണ് നമ്മൾ കേട്ടത്. അതുകൊണ്ട് എന്താ കാര്യം? 2.5 hours. അതിന്റെ ആവശ്യമില്ലല്ലോ. കുറച്ചുകൂടി പ്രിപ്പയർഡ് ആയിട്ട് വന്നിരുന്നെങ്കിൽ ഭംഗിയായിട്ട് അവതരിപ്പിക്കായിരുന്നു. നിങ്ങളുടെ ആങ്കർമാരിലും നന്നായിട്ട് ഈ ബഡ്ജറ്റ്, ഐ എം ഷുവർ സ്മൃതിയൊക്കെ നന്നായിട്ട് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചേനെ. ഞാൻ അതിന്റെ കണ്ടന്റ്സിലേക്ക് വരാം. ഒന്ന്, ഒരുപാട് പാഴ്ചെലവുകളുണ്ട്. ഹൈദരാബാദിൽ നമ്മൾ കേരള ഹൗസ് പണിതിട്ട് എന്തിനാ പണം ചെലവാക്കുന്നത്? നമുക്ക് പണമില്ല. ആ സമയത്ത് ഹൈദരാബാദിലൊരു ഒരു ആവശ്യമില്ലാത്ത കാര്യം. അതുപോലെ പ്രൈവറ്റ് സെക്ടറിന് കൊടുക്കേണ്ട ആവശ്യമുള്ളത്. പിന്നെ കേരള അത് ഹോട്ടലുകളും റെസ്റ്റോറൻറ്റും ഒക്കെ വിദേശത്ത് പണിയാൻ പോകുന്നു. സർക്കാർ ചെലവിലാണ് ഇത് പണിയേണ്ടത്. ഇതൊക്കെ പ്രൈവറ്റ് സെക്ടറിന് വിട്ടു കൊടുക്കേണ്ടതല്ലേ? ഭംഗിയായിട്ട് അവർ ചെയ്യില്ലേ? സർക്കാർ എന്തിനാ? പണമില്ലാത്ത സമയത്ത്, നമ്മൾ വലിയ സർപ്ലസ് ബഡ്ജറ്റ് ഉള്ള സമയത്താണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാൻ സാധിക്കും. പക്ഷെ ഇല്ലാത്ത സമയത്ത് എന്തിനാണ് സർക്കാരിൻ്റെ പണം എടുത്തിട്ട് ദുബായിലും എവിടെ ഫ്രാങ്ക്ഫർട്ടിലൊക്കെ നമ്മൾ റെസ്റ്റോറന്റ് ആരംഭിക്കേണ്ടത്? ഒരു കാര്യം 5 കോടി എന്തിനാ കളയുന്നേ? 5 കോടി വേറെ കാര്യത്തിന് ഉപയോഗിച്ചൂടെ? 5 കോടി നമുക്ക് കൂടുതൽ ക്ഷേമ പെൻഷൻ കൊടുത്തൂടെ? എന്തിനാ പ്രൈവറ്റ് സെക്ടറിന് ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു? ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഞാൻ മറ്റുള്ളൊരു കാര്യത്തിലേക്ക്, അഗ്രികൾച്ചർ. ഇവിടെ നേരത്തെ പറഞ്ഞു, റബ്ബറിന്റെ വില 250 രൂപ ശ്രീ പിണറായി വിജയനാണ് പ്രഖ്യാപിച്ചത്. അതിപ്പോ 208, 210 ഇപ്പൊ 175 കൊടുക്കുന്നത്. ഒട്ടും പോരാ. സ്വന്തമായിട്ട് പ്രഖ്യാപിച്ചത് ഇപ്പൊ 1 കൊല്ലം കൂടിയുള്ള ബാക്കി. ഇത്രയും ഇത് കൊടുത്ത് തീർക്കേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു. അഗ്രികൾച്ചറിനെ പറ്റി പറയുമ്പോൾ മറ്റേ നമ്മുടെ കുട്ടനാടത്തെ പാഡി സംഭരിച്ചതിന് ഇതുവരെ പണം പൂർത്തി കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതിനെപ്പറ്റി പറഞ്ഞില്ലേ എന്ന് എനിക്ക്. പിന്നെ അതിനെപ്പറ്റി പറയുമ്പോഴേക്ക് ഈ ഭൂനികുതിയെ പറ്റി പറഞ്ഞു. ഭൂനികുതിയുടെ കൂട്ടിയിട്ടുണ്ട്, അതിനകത്ത് ഞാൻ കൂടുതൽ കടക്കുന്നില്ല. പക്ഷെ അവിടുത്തെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നമ്മുടെ അതിൻ്റെ സ്വഭാവം, അതിൻ്റെ തരം മാറ്റില്ല. എത്രയോ ലക്ഷക്കണക്കിന് കേസുകൾ സാധാരണക്കാരുടെ, അവർക്ക് പാഡി ലാൻഡ്, അതായത് നിലം ഭൂമിയായിട്ട് മാറ്റാനായിട്ടുള്ള എത്രയോ ലക്ഷക്കണക്കിന് കെട്ടിക്കിടക്കുന്നു. ഫോർട്ട് കൊച്ചിയിൽ എല്ലായിടത്തും. അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അത് തീർപ്പ് കൽപ്പിച്ചാൽ തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഭൂമി നല്ല വിലയ്ക്ക് വിൽക്കാം. ഭാവനാത്മകമായിരുന്നില്ല, ബോറടിച്ചു.